നരേന്ദ്രമോദി പച്ചക്കള്ളം പറയുന്നു. ലോകരാഷ്ട്രങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കശ്മീർ വിഷയത്തിലെ ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങൾ. ഇന്ത്യക്കെതിരെ എന്ത് നിലപാടെടുത്തു എന്നുള്ളതല്ല, മറിച്ച് കശ്മീർ വിഷയത്തിൽ അവർ നടത്തിയ പ്രതികരണങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന് എതിരായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ്. ലോകരാഷ്ട്രങ്ങൾ കശ്മീർ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് പല സംഘങ്ങളെയും അയച്ചപ്പോൾ അവരിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് കശ്മീരിൻ്റെ സ്ഥിതിഗതികൾ വളരെ മോശമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പരാജയപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ വാദങ്ങളാണ്, കേന്ദ്ര സർക്കാരാണ്. ഐക്യരാഷ്ട്രസഭയിൽ നരേന്ദ്രമോദി പറഞ്ഞത് കശ്മീരിൽ ഒരു തരത്തിലും ഒരു രീതിയിലും ഞങ്ങൾ പൊതുജനങ്ങളെ ഉപദ്രവിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ വാദങ്ങളൊക്കെ പച്ചക്കള്ളമാണെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പല വസ്തുതാന്വേഷണ സംഘങ്ങളും പുറത്തുവിട്ട റിപ്പോർട്ടുകളൊക്കെ കേന്ദ്ര സർക്കാരിന് നേരെ വിരൽ ചൂണ്ടുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. എന്തിനു വേണം പറയാൻ, ഇന്ത്യ സന്ദർശിക്കാനെത്തിയ ജർമ്മൻ ചാൻസലറായിട്ടുള്ള അംഗേല മേർക്കൽ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ജർമ്മൻ മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതായത് വളരെ വ്യക്തമായി അവർ പറയുന്നു, കശ്മീരിൽ ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്, ജീവിത സാഹചര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അവിടെയുള്ളത്. ആ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് എന്നാണ് അംഗേല മേർക്കൽ അടക്കം തുറന്നു പറഞ്ഞിട്ടുള്ളത്. ലോകരാഷ്ട്രങ്ങൾ നരേന്ദ്രമോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും കശ്മീർ വിഷയത്തിൽ തിരിഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നിലപാടെടുത്തോ എന്നുള്ളതല്ല, മറിച്ച് നരേന്ദ്രമോദി പറഞ്ഞ വാദങ്ങളൊക്കെ കശ്മീർ വിഷയത്തിൽ 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. മോദിയുടെ തനിനിറം ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.